ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു ഗവൺമെന്റ് ജോബ് ഡ്രീം ചെയ്യുന്ന നമ്മളെല്ലാവരും ഈഗർലി നോക്കിക്കാണുന്ന, വളരെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻ LSD ഡിപ്പാർട്ട്മെന്റ്. ഇതിന് കാരണം ഈ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടാവുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസി ആണ് ഈ പോസ്റ്റിലേക്ക് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഈ ഒരു സെഷനിൽ നമ്മൾ എന്നായിരുന്നു LSD എക്സാം ഇതിന് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നത്, നോട്ടിഫിക്കേഷൻ എന്നായിരുന്നു, എപ്പോഴായിരുന്നു അതിന്റെ എക്സാം ഡേറ്റ്, അതിന്റെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്, എന്തായിരുന്നു ആ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ഈ സെഷനിലേക്ക് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ നോക്കിയാൽ നിങ്ങൾ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം LSD നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് 1/10/2020 ആണ്. ഒക്ടോബർ 2020 അല്ലെ നോട്ടിഫിക്കേഷൻ വന്നുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കാണാം. ഓക്കെ, 41 വേക്കൻസി ആയിരുന്നു അന്ന് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ 41 വേക്കൻസിയാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത്. 2020 PSCയുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ഇയർ ആണ്. കാരണം 2020 ശേഷമാണ് പ്രകടമായ മാറ്റങ്ങൾ PSCയിൽ കണ്ടു തുടങ്ങിയത്. വളരെ സിസ്റ്റമാറ്റിക് ആവാൻ തുടങ്ങി, വളരെ അപ് ടു ഡേറ്റ് ആയ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസത്തിനകം എക്സാം നടക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഇപ്പം PSC എക്സാമുകൾ എത്തി തുടങ്ങി, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ടെക്നിക്കൽ ഫീൽഡ്. 2023 ഒരുപാട് എക്സാം ഡാറ്റ മാത്രം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് PSC. ഓക്കെ, അതിലേക്ക് നമുക്ക് കടക്കാം. സോ നോക്കിയേ, എപ്പോഴാണ് എക്സാം നടന്നത്? സോറി, LSD ഇതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത് 1/10/2020 അവിടുന്ന് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്, 1 ഇയർ എടുത്തു. ഓക്കെ അല്ലെ? 2020 തുടങ്ങിയതേ ഉള്ളൂ മാറ്റങ്ങൾ. 1 ഇയറിൽ എക്സാം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത് വലിയ കാര്യമായിരുന്നു. കാരണം 2020 മുമ്പൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാം എന്നോ വരുന്ന ഒരവസ്ഥയായിരുന്നു. എക്സാം നടത്തി കഴിഞ്ഞാൽ തന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്നോ എപ്പോഴാണ് എന്നൊരു ഐഡിയ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവണതയായിരുന്നു അന്നൊക്കെ. ബട്ട് 2020 ശേഷമാണ് ഈ ഒരു മാറ്റം കണ്ടത്. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ 1/10 നോട്ടിഫിക്കേഷൻ വന്ന ഈ പരിപാടി എക്സാം നടന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ്. അവിടുന്ന് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നു. അത് വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ എന്താ നമുക്ക് നോക്കാം. ഓക്കെ അല്ലെ? സോ 1 ഇയർ എടുത്തു. നിങ്ങൾ തോന്നരുത്, ഇങ്ങനൊരു പ്രതീക്ഷ ഉണ്ടാവരുത്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു വർഷം വരെ സമയമുണ്ട് എന്നൊരു ഒരു മിഥ്യാധാരണ ഉണ്ടാവരുത്. കാരണം അതിൽ വളരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ഇവിടെ നോക്കിയേ, ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് അന്ന് നമ്മൾ നോക്കിയപ്പോൾ അന്നത്തെ കട്ട് ഓഫ് 48.33 ആയിരുന്നു. അന്ന് മെയിൻ ലിസ്റ്റിൽ 727 പേരുണ്ടായിരുന്നു. അഡ്വൈസസ് ഫൈനലി നമ്മൾ നോക്കിയപ്പോൾ അഡ്വൈസസ് പോയിരിക്കുന്നത് 263 പേർക്കാണ്. ശ്രദ്ധിക്കുക, 41 വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 263 അഡ്വൈസസ് പോയിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തെ വേക്കൻസിയെക്കാളും 6 മടങ്ങിലധികം അഡ്വൈസസ് പോയി. ഇത് തന്നെയാണ് ഈ ഒരു LSD എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഇതാണ് ഒന്നാമത്തെ പ്രതീക്ഷ. രണ്ടാമത്തെ പ്രതീക്ഷ എന്താ അറിയോ? റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്ന ഡേറ്റ് 21/4/2022 ആണ്. നമുക്കറിയാം, ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞിട്ടല്ല അടുത്ത റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ അടുത്ത എക്സാം നടക്കുന്നത്. 3 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത എക്സാമിന്റെ എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതായത് 1 വർഷം മുമ്പോ അല്ലെങ്കിൽ 1.5 വർഷമോ മുമ്പ് തന്നെ അടുത്ത ടേമിലേക്കുള്ള എക്സാംസിന്റെ നോട്ടിഫിക്കേഷനും എക്സാംസും നടക്കുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവണതയാണ് കണ്ടുവരുന്നത്. അതായത് ഈ പറഞ്ഞ കാൽക്കുലേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ 2022 ഏപ്രിൽ മാസമായിരുന്നു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അതായത് ഓൾമോസ്റ്റ് ഇപ്പം 1.5 കൊല്ലമായി, അല്ലെങ്കിൽ 1.5 കൊല്ലത്തിൽ കൂടുതലായി. അതായത് ഈ ഒരു ഡാറ്റ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന LSD എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ 2024 ഒരു മിഡോടുകൂടി 2024 മിഡോടുകൂടി ഈ പറയുന്ന LSD ഒരു നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത്. അതായത് നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ഇന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതും മാസ് വേക്കൻസി തരുന്ന ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഫുള്ളി നമ്മൾ സജ്ജരായിരിക്കണം. ഓക്കെ അല്ലെ? 2020 ഈ പറയുന്ന എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ 1 വർഷമാണ് നോട്ടിഫിക്കേഷനും എക്സാം നടന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 1 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം അതിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് PSCയിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാമിന്റെ ഡാറ്റയാണ് കാണിക്കുന്നത്. PWD ഡിപ്പാർട്ട്മെന്റിലേക്കും
ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും കണ്ടക്ട് ചെയ്തിട്ടുള്ള ഈ എക്സാംസിന്റെ ഡാറ്റയാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾ കാണാം, നോട്ടിഫിക്കേഷൻ വന്നത് 31/12/2022 ആണ്. റീസെന്റ് ഇയർ ആണ്, അതായത് 2022 ഡിസംബർ മാസം. അതേ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആണ് ഇറിഗേഷനും. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കോമൺ എക്സാം ആയിരുന്നു അല്ലെ. നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡ് എന്താണ്, കോമൺ എക്സാംസ് ആണ് കൂടുതലും കാണപ്പെടുന്നത്. യെസ്, പല ഡിപ്പാർട്ട്മെന്റിലേക്കും. സോ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. PWD ഇറിഗേഷൻ AE ഏറ്റവും ലാസ്റ്റ് നടന്ന PSCയിലെ AE ആണ്. അതിന്റെ ഒരു അവസ്ഥ, അതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. 31/12/2022 നടന്ന വന്ന നോട്ടിഫിക്കേഷന്റെ എക്സാം കറക്റ്റ് 6 മാസം കൊണ്ട് തന്നെ എക്സാം നടന്നു. 7/6/2023 എക്സാം നടന്നു. എക്സാം കഴിഞ്ഞ് ഏകദേശം 5 മാസത്തിൽ തന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തു. ഈ കഴിഞ്ഞ നവംബറിലാണ് അല്ലെ, കഴിഞ്ഞ മാസമായിരുന്നു അതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഇത്രയ്ക്കും ഫാസ്റ്റായി നിങ്ങൾ കാണണം. 2020 LSTD AE നടന്നത് നോട്ടിഫിക്കേഷൻ വന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ എക്സാം നടന്നതെങ്കിൽ ഇപ്പം ആ ഒരു വർഷത്തിനുള്ളിൽ ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. പറഞ്ഞു വന്ന പോയിന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. 2020 2023 PSC എത്തി നിൽക്കുമ്പോൾ എസ്പെഷ്യലി ഇൻ ടെക്നിക്കൽ എക്സാംസ് വളരെ അപ് ടു ഡേറ്റ് ആയി, കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആണ്. നോട്ടിഫിക്കേഷൻ വന്ന 6 മാസത്തിൽ എക്സാം നടക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകൾ. ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അതിന്റെ എൻറ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ കാണുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. 2024 മിഡോടുകൂടി വരാനിരിക്കുന്ന LSTD AE നോട്ടിഫിക്കേഷൻ ഒരു തവണ വന്നു കഴിഞ്ഞാൽ അത് 6 മാസത്തിനുള്ളിൽ എക്സാം നടക്കും. ഇന്നത്തെ എക്സാമിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ സിലബസിന്റെ ഒക്കെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ, ഇന്നത്തെ എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ 6 മാസം കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു റാങ്കിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വർക്ക് അത്രത്തോളം ഹ്യൂജ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു റാങ്ക് നമുക്ക് ഉണ്ടാവുള്ളൂ. നോക്കിയേ, മെയിൻ ലിസ്റ്റിൽ 727 പേരായിരുന്നു. അതിൽ 263 പേർക്കാണ് അഡ്വൈസ് പോയത്. അപ്പോ മെയിൻ ലിസ്റ്റിൽ ഉണ്ടെന്ന് കരുതി ജോബ് ഒന്നും കിട്ടില്ല, ഉറപ്പല്ലേ. മെയിൻ ലിസ്റ്റിൽ ഉണ്ടെന്ന് കരുതി പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും PSC തരില്ല. അങ്ങനെ ഒരു പരിപാടിയുമില്ല. നമുക്ക് അത് വേണ്ടതാണ്. നമുക്ക് വേണ്ടതെന്താണ്? ജോബാണ്. സെക്യൂർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ജോബ് കിട്ടണം. അതായത് മെയിൻ ലിസ്റ്റിൽ ടോപ്പ് റാങ്കിൽ നമ്മൾ ഉണ്ടാവണം. നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസം കൊണ്ട് എക്സാം നടക്കുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നോട്ടെ, എന്നാലേ ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്യൂ എന്നുള്ള മസിൽ പിടുത്തം ഇപ്പൊ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇതൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. നോക്കിയേ, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷം എക്സാം നടക്കുന്നു. അപ്പൊ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആണ്. അതേപോലെ നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. ഇപ്പം ഈ ഒരു 2023 ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഈ വീഡിയോ സെഷൻ ലോഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഓൾമോസ്റ്റ് 1 ഇയർ ആണ് ഇന്ന് തുടങ്ങി. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു സമയമാകുമ്പോഴേക്ക് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടും. നമ്മുടെ പ്രിപ്പറേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നല്ലൊരു റാങ്ക് നമുക്ക് നമ്മുടെ എക്സാംസിന് അച്ചീവ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക എല്ലാവരും, എക്സാമിന് നമ്മൾ നേരിടാൻ പോകുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഈ പറയുന്ന 100 ക്വസ്റ്റ്യൻസ് ഇന്ന് ഒരു ദിവസം പൊട്ടിമുളച്ച ക്വസ്റ്റ്യൻസ് അല്ല. ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ നാട്ടിൽ സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കണ്ടുവന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസിന്റെയും റിപ്പീറ്റേഷൻ ആണ്. അത് പക്ക റിപ്പീറ്റേഷൻ ആവാം ചില ക്വസ്റ്റ്യൻസുകൾ, അല്ലെങ്കിൽ അതേ കൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആവുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. നമ്മൾ ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. നമുക്കറിയാം അത് ഏത് രീതിയിലേക്കാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എക്സാം ആളിലും നമുക്ക് ഞെട്ടൽ ഉണ്ടാവില്ല. കാരണം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. ശ്രദ്ധിക്കുക, PSC എക്സാമുകളിൽ ഒരു മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അത് PSCയിലെ തന്നെ റിപ്പീറ്റേഷൻ ഉണ്ടാവാറുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലെ എക്സാംസിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റിപ്പീറ്റേഷൻ ആവാം. ഗേറ്റിലും എഞ്ചിനീയറിംഗ് സർവീസിലും മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓരോ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്ന എക്സാംസിന്റെ അതേ പാറ്റേണുകളാണ് കണ്ടുവരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും കണ്ട ഒരാളാണെങ്കിൽ എക്സാമിൽ ഉറപ്പാണ് അയാൾക്ക് നല്ല റാങ്ക് നേടാൻ പറ്റും. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇതിന്റെ പുറകിലുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള കൺസെപ്റ്റും തിയറിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും
സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിയറിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു തിയറി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നാട്ടിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റും. സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും ബെസ്റ്റ് കണ്ടന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മളെ ഏത് രീതിയിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇന്ന് തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ എക്സാം നടക്കുന്നുള്ളത് ഉറപ്പാണ്. LSTD A എക്സാം നടക്കുന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ആലോചിച്ചേ, വെറുതെ നമുക്ക് റഫ് ആയിട്ട് ഒരു കണക്ക് പറയാം. ലെറ്റ്സ് സേ ബിടെക് പാസ്സായ ഒരാളെന്ന് വെച്ചോ. ബിടെക് പാസ്സായ ഒരാളാണ്. ലെറ്റ്സ് സേ നമുക്ക് അതൊരു 21 വയസ്സ് 22 വയസ്സ് നമുക്ക് അല്ലെ അയാളെ ഏജ് നമുക്കൊന്ന് നോക്കാം. ഇനി ഈ എക്സാമിന് LSTD A എക്സാംസിന് പറയുന്ന മാക്സിമം ഏജ് ക്വാളിഫിക്കേഷൻ പറയുന്നത് 35 വർഷമാണ് അല്ലെ. അതായത് നമ്മളൊരു ആവറേജ് കണക്കെടുത്ത് കഴിഞ്ഞാൽ ആവറേജ് കണക്കെടുക്കാം. ഒരു റഫ് ആയിട്ടുള്ള വളരെ ആവറേജ് ലെറ്റ്സ് സേ 30 വയസ്സുള്ള ഒരാളാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വളരെ റഫ് ആയിട്ടുള്ള ആവറേജ് കണക്കാണ് എടുക്കുന്നത്. ഇപ്പൊ 30 വയസ്സിലെത്തി നിൽക്കുന്ന ഒരാൾക്ക് ഇനി അയാളുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 60-65 വയസ്സ് വരെ ആകാം. ഓക്കെ അല്ലെ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ലെറ്റ്സ് സേ അയാൾ ഇനിയും ഒരു 60 വർഷം വരെ ജീവിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് ബാക്കിയുള്ള 30 വർഷങ്ങളാണ് ഇനിയുള്ള ജീവിതം എന്ന് പറയുന്നത്. ലെറ്റ്സ് സേ റഫ് ആണ് കണക്ക് പറയുന്നത്. ഓക്കെ അല്ലെ? നിങ്ങൾ ആലോചിക്കണം, ഇനി വരാൻ പോകുന്ന 30 വർഷങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ, നമുക്ക് തോന്നിയതുപോലെ, നമ്മളെ ഫ്രീഡത്തോടെ നമുക്ക് ജീവിക്കണോ, അതോ ഈ പറയുന്ന ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിക്കണോ എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം. ഈ ഒരു വർഷം നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇൻപുട്ട് ചെയ്തുകൊണ്ട് മാക്സിമം എഫിഷ്യൻസിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ ഇരിക്കുന്ന ബാക്കിയുള്ള വർഷങ്ങൾ സ്മൂത്ത് ആയിരിക്കും. ഒരു ഗവൺമെന്റ് ജോലിയാണ് നിങ്ങളെ ജീവിതാഭിലാഷമെങ്കിൽ അത് നടക്കും. ഇനി അതല്ല, മറ്റു മേഖലകളിലും നിങ്ങൾക്ക് എക്സൽ ചെയ്യണമെങ്കിൽ ഈ പറയാൻ പോകുന്ന ഈ ഒരു ഗവൺമെന്റ് ജോബ് അതിന്റെ ഒരു ബേസിക് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ സേഫ് ആണ്, സെക്യൂർ ആണ്. ക്ലിയർ അല്ലേ? സോ 1:30 എന്ന് പറയുന്ന ഒരു വർഷത്തിനെ 30 വർഷമായിട്ട് കമ്പയർ ചെയ്യണം. ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്താൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ക്ലിയർ അല്ലേ? സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതാണ്. 2024 മിഡോടുകൂടി നമ്മുടെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും. അതായത് ഇന്നത്തെ ഈ ഒരു ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വർഷമാണ് LSTD AEക്ക് ഉണ്ടാവുന്ന LSTD AE പോസ്റ്റിലേക്കുള്ള എക്സാമിന്റെ ഡേറ്റ് വരാൻ കിടക്കുന്ന ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഒരു വർഷം ഇനഫ് ആണ്. നമ്മുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ തുടങ്ങുക, നേരത്തെ കാലത്തെ തുടങ്ങുക. സൈലം ടെക്നിക്കലിന്റെ മുഴുവൻ കണ്ടന്റും ബെസ്റ്റ് കണ്ടന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മൾ 24/7 ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി സജ്ജരായിരിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മളെ ഏത് വിധേനയും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ ഫോൺ വിളിക്കാം. നമ്മളെ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഏത് രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? സോ പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഡിലേ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ നേരത്തെ തുടങ്ങിയാൽ നമുക്ക് ആ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എക്സാമിൽ എത്താൻ പറ്റും. സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഇതേപോലെയുള്ള സെഷനുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.